വാട്ട് ഈസ് സോളിനോയിഡ്? എന്താണ് സോളിനോയിഡ്? ഒരു കണ്ടക്ടർ അഥവാ ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ആ ചാലകത്തിന് ചുറ്റിലുമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ഒരു കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നു എന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അടിസ്ഥാന ഭാഗം. അപ്പോൾ ഏതൊരു കണ്ടക്ടറിലൂടെയും അതായത് ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ആ ചാലകം ഒരു മാഗ്നറ്റ് അഥവാ കാന്തമായി പ്രവർത്തിക്കും എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് അതായത് കാന്തിക ഫലം ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഒരു സ്പൈറൽ അതായത് സർപ്പിൾ ആകൃതിയിൽ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയെടുക്കുന്ന ചാലകങ്ങൾക്ക് അതായത് കണ്ടക്ടേഴ്സിന് പറയുന്ന പേരാണ് സോളിനോയിഡ്. ഈ സ്പൈറൽ ഷേപ്പ് സർപ്പിൾ ആകൃതി എന്നൊന്നും കേട്ട് മച്ചന്മാർ ഞെട്ടണ്ട കേട്ടോ. സംഭവം വേറൊന്നുമല്ല കേട്ടോ. നമ്മളെ ഞെക്കിയാൽ മൊന പുറത്തേക്ക് വരുന്ന പേനുണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ കാണുന്ന ആ സ്പ്രിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ സ്പ്രിങ്ങേ ഇതിൻ്റെ ഷേപ്പിനാണ് നമ്മളിപ്പോൾ ഈ സ്പൈറൽ അല്ലെങ്കിൽ സർപ്പിൾ ആകൃതി എന്നൊക്കെ പറയണത്. ഈ സർപ്പത്തിൻ്റെ മാരിയൊക്കെ ചുറ്റി ചുറ്റി നിൽക്കണോണ്ടാട്ടോ മലയാളത്തിൽ ഇതിന് സർപ്പിൾ ആകൃതി എന്ന് പറയുന്നത്. ഇനി മലയാള മീഡിയക്കാർ പേടിക്കേണ്ട. അപ്പോൾ എന്തായാലും സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെ ചുറ്റി ചുറ്റി ഉണ്ടാക്കിയ കമ്പിയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. എന്നാൽ പിന്നെ ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കണേന്ന് നോക്കാം. ആൻസർ: എ സോളിനോയിഡ് ഈസ് എൻ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഈ ഹെലിക്സ് എന്ന് പറഞ്ഞാലും സ്പൈറൽ ഷേപ്പ് എന്ന് പറഞ്ഞാലും ഒന്നെന്നാണ് കേട്ടോ, അതായത് ചുരുൾ. ഇനി മലയാളം മീഡിയക്കാർക്ക് സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. ഇനി സോളിനോയിഡുമായി ബന്ധപ്പെട്ടിട്ട് 2 ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കതിലെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ക്യാരിയിങ് കണ്ടക്ടർ? അതായത് വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഈ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് അല്ലെങ്കിൽ വൈദ്യുതി വാഹിയായ സോളിനോയിഡ് എന്നൊന്നും കേട്ട് നെട്ടണ്ട. ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാക്കുന്ന ചെങ്ങൈമാർക്ക് അല്ലെങ്കിൽ പണ്ടേ ഉള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഭാഷൻ്റെ അസുഖം. അതായത് നമ്മളോടിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിരിക്കുന്ന ഒരു സ്പൈറൽ ഷേപ്പിലുള്ള കണ്ടക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഈ സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ഈ മാഗ്നറ്റിക് ഫീൽഡ് അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ പവർ ഉണ്ടല്ലോ, പവർ നമ്മളെ ശക്തിയെ അത് കൂട്ടാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ, ഈ സോളിനോയിഡിൻ്റെ അകത്ത് കണ്ട് കൊടുക്കുന്ന കറണ്ടിൻ്റെ പവർ അങ്ങോട്ട് കൂട്ടുക. കറണ്ടിൻ്റെ അളവ് അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് അങ്ങോട്ട് കൂടുമ്പോൾ ശ്രീബുദ്ധൻ്റെ തലൻ്റെ ചുറ്റിലും ജ്ഞാനപ്രകാശം വന്ന മാതിരി ഇവിടെ സോളിനോയിഡിൻ്റെ ചുറ്റിലും അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അതായത് കാന്തിക മണ്ഡലം കൊണ്ട് ശക്തിയിൽ വരും. ഇനി രണ്ടാമത്തെ ഫാക്ടർ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്, അതായത് സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം. കറണ്ട് കൂട്ടുന്ന മാതിരി തന്നെ സോളിനോയിഡിലെ ഈ കോയിൽസ് ഉണ്ടല്ലോ ചുറ്റുകൾ, അതിൻ്റെ എണ്ണം നമ്മൾ എത്ര കണ്ട് കൂട്ടണോ അത്രത്തോളം മാഗ്നറ്റിക് പവർ കൂടും. ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ, അതായത് നമ്മൾ ഈ സോളിനോയിഡിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അതായത് വൈദ്യുത കാന്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ചുരുളിൻ്റെ ഉള്ളിൽ കൂടി ഒരു പച്ചിരുമ്പ് അതായത് ഒരു സോഫ്റ്റ് അയൺ കോർ അങ്ങോട്ട് കുത്തിത്തിരുകാറുണ്ട്. ഇങ്ങനെ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോർ അതായത് സോഫ്റ്റ് അയൺ വെച്ചിട്ട് അതിനെ ഒരു താൽക്കാലിക കാന്തമായിട്ട് അതായത് ഒരു മാഗ്നറ്റായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഒന്നല്ല കേട്ടോ, ഇത് വൈദ്യുതി കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റിക് പവർ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് മാഗ്നറ്റിൻ്റെ പവർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അതൊന്നുമല്ല, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരു പണി കൂടി ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ സോളിനോയിഡിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന പച്ചിരുമ്പുണ്ടല്ലോ അതായത് സോഫ്റ്റ് അയൺ കോർ, ഇതിൻ്റെ ഛേദതല വിസ്തീർണം അതായത് ക്രോസ് സെക്ഷൻ ഏരിയ അങ്ങോട്ട് കൂട്ടിയാൽ മതിട്ടോ. അപ്പോൾ സോളിനോയിഡിനെ ഒരു പവർഫുൾ മാഗ്നറ്റ് ആക്കാനുള്ള 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ പഠിച്ചല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ഇതിലെ സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം എത്രയേ ഉള്ളൂ. How can we identify the polarity of a current carrying conductor? സോറി, അവിടെ കണ്ടക്ടർ എന്നല്ല വരേണ്ടത്, സോളിനോയിഡ് എന്നാണ് കേട്ടോ വരേണ്ടത്. അതായത് വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ ധ്രുവത എങ്ങനെ തിരിച്ചറിയാം? How can we identify the polarity of a current carrying solenoid? സംഭവം വേറൊന്നുമല്ല കേട്ടോ, ഈ സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് അതായത് വൈദ്യുത കാന്തമായി മാറുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഈ കാന്തങ്ങൾക്കൊക്കെ 2 പോൾസ് അതായത് 2 ധ്രുവങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. അതായത് നോർത്ത് പോള് അഥവാ ഉത്തര ധ്രുവം, പിന്നെ സൗത്ത് പോള് അഥവാ ദക്ഷിണ ധ്രുവം. അപ്പോൾ ഒരു സാധാരണ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ബാർ മാഗ്നറ്റ് യു മാഗ്നറ്റ് ഒക്കെ പോലുള്ള മാഗ്നറ്റ്, ഇതിൻ്റെയൊക്കെ നോർത്ത് പോളും സൗത്ത് പോളും അതായത് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കോമ്പസ് എന്ന് പറഞ്ഞൊരു ഉപകരണം ഉണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. പക്ഷേങ്കിൽ ചെങ്ങൈമാരെ, ഇലക്ട്രോ മാഗ്നറ്റായ സോളിനോയിഡിൻ്റെ പോളാരിറ്റി അതായത് ധ്രുവത തിരിച്ചറിയാൻ നമുക്ക് വേറൊരു മാർഗ്ഗം കേട്ടോ. സംഗതി വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യത്തെ പോയിന്റ് വായിച്ചുതരാം. ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ സൗത്ത് പോൾ. ഒന്നും മനസ്സിലായില്ലല്ലേ? എന്നാൽ പിന്നെ മലയാളം കൂടി വായിച്ചുതരാം.
സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രമാണ് ദക്ഷിണ ധ്രുവം. ഇപ്പോൾ ഉള്ളതും പോയില്ലേ? ഇതന്നെയാണ് നമ്മളെ ആൾക്കാരെ കുഴപ്പം. കുറച്ച് നല്ല മലയാളം അറിയെങ്കിൽ അപ്പം അങ്ങോട്ട് കട്ടിയുള്ള വാക്കുകളൊക്കെ പുസ്തകത്തിൽ കൊണ്ടുപോയിട്ട് നിറച്ചാളും. ഈ പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ക്ലോക്ക് വൈസ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ഘടികാരെ ക്ലോക്ക് ആ ഘടികാര ദിശക്ക് പറയുന്ന മറ്റൊരു മലയാള വാക്കാണ് പ്രദക്ഷിണ ദിശ എന്ന്. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെ ഇങ്ങനെ ചുറ്റിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് കറണ്ട് ഇങ്ങനെ വട്ടത്ത് കറങ്ങി അപ്പുറത്തെ തലക്കൊക്കെ പോകൂലേ? അങ്ങനെ കറണ്ട് ഇങ്ങനെ തിരിഞ്ഞ് പോണത് ഘടികാര ദിശയിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ കറണ്ട് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ അറ്റത്തിനെ നമുക്ക് സൗത്ത് പോള്, അതായത് ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുക. ഇനി ഇതേ സോളിനോയിഡിന് തന്നെ മറ്റേ അറ്റത്ത് നിന്ന് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ട് നേരെ ഓപ്പോസിറ്റ് ദിശയിലല്ലേ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കറണ്ട് വരിക എതിർ ഘടികാര ദിശയിൽ, അതായത് അപ്രദക്ഷിണ ദിശയിലാണ് അല്ലേ? അപ്രദക്ഷിണ ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദ എൻഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ. അതായത് ഒരു സോളിനോയിഡിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് അപ്രദക്ഷിണ ദിശയിലാണ് പ്രവഹിക്കുന്നതെങ്കിൽ ആ കറണ്ട് കൊടുക്കുന്ന അറ്റത്തിന് പറയുന്ന പേരാണ് ഉത്തര ധ്രുവം, അതായത് നോർത്ത് പോൾ. അപ്പോൾ കൂട്ടുകാർ ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇത്ര ചെയ്താൽ മതി. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് പ്രദക്ഷിണ ദിശയാണെങ്കിൽ ആ എൻഡ് സൗത്ത് പോൾ, അതായത് ദക്ഷിണ ധ്രുവം. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ എൻഡ് നോർത്ത് പോൾ, അതായത് ഉത്തര ധ്രുവം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ. അതായത് വൈദ്യുത മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാം? ഇവിടെ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. വൈദ്യുത മോട്ടോർ, അതായത് ഇലക്ട്രിക് മോട്ടോറിന് പകരം DC മോട്ടോർ എന്നും പറയാറുണ്ട്. അപ്പോൾ DC മോട്ടോർ ആയാലും ഇലക്ട്രിക് മോട്ടോർ ആയാലും സംഗതി ഒരേ ചോദ്യം തന്നെയാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി ചിലപ്പോൾ ഈ ഒരു മോട്ടോറിന്റെ ക്രോസ് സെക്ഷന്റെ ഒരു ഫോട്ടോ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പാർട്സുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ മച്ചാമാരെ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ആ ഫോട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, പക്ഷെ ഭാഗങ്ങളൊന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്നിട്ട് അതിന്റെ കൂടെ ABCD എന്നൊക്കെ ഇട്ടിട്ട് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ കൃത്യമായിട്ട് പാഠപുസ്തകത്തിലെ പിക്ചർ നോക്കിയിട്ട് ഓരോ പാർട്ടും എവിടേക്കാന്ന് മനസ്സിലാക്കി പഠിക്കണേ. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പിക്ചർ തന്നിട്ട് അതെന്താ സാധനം എന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അത് ഇലക്ട്രിക് മോട്ടോർ അഥവാ വൈദ്യുത മോട്ടോറാണെന്ന് മനസ്സിലാക്കാനും കഴിയണേ. അതിങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ജനറേറ്ററുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിന്റെ ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോറിന്റെ ക്രോസ് സെക്ഷനും ഏതാണ്ട് ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇലക്ട്രിക് മോട്ടോറിലേക്ക് വരാം. മോട്ടോർ പ്രിൻസിപ്പിൾ, അതായത് മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് മോട്ടോറുകൾ ചെയ്യുന്നത്. അതായത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് വൈദ്യുത മോട്ടോർ. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഇലക്ട്രിക് മോട്ടോറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് പഠിക്കാം. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് മച്ചാമാര് ടെക്സ്റ്റ് തുറന്നിട്ട് ആ പിക്ചറും കൂടി ഒന്ന് നോക്കണേ. ഇതിൽ NS, XY, ABCD, B1, B2, R1, R2 എന്നിങ്ങനെ കുറേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ ലെറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ മോട്ടോറിൻ്റെ പല ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ NS എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗമാണ് മാഗ്നറ്റിക് പോൾസ്. അതായത് N എന്ന് പറഞ്ഞാൽ നോർത്ത് പോള്, S എന്ന് പറഞ്ഞാൽ സൗത്ത് പോള്. ഇനി XY എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മോട്ടോർ, അതായത് മോട്ടോർ തിരിയുന്ന അക്ഷങ്ങൾ. ഇനി ABCD എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗമാണ് ആർമേച്ചർ. പിന്നെ B1, B2 എന്ന് അറിയപ്പെടുന്നത് ഗ്രാഫൈറ്റിൻ്റെ ബ്രഷുകളാണ് കേട്ടോ. പിന്നെ R1, R2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകൾ. ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് ഈ സ്പ്ലിറ്റ് റിങ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം തന്നെ സ്പ്ലിറ്റ് റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഇൻ എൻ ഇലക്ട്രിക് മോട്ടോർ? അതായത് ഒരു വൈദ്യുത മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉപയോഗം എന്താണ്? ഈ കമ്മ്യൂട്ടേറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ അന്തം വിടണ്ട, സംഭവം സ്പ്ലിറ്റ് റിങ്ങിന് വിളിക്കുന്ന വേറൊരു പേരാണ് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റ് റിങ് എന്തിനാണ് മോട്ടോറിൽ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. If the rotation of the armature is to be sustained, the direction of current through the armature should continuously keep on charging. അതായത് മോട്ടോറിൻ്റെ ഭ്രമണം, അതായത് മോട്ടോറിൻ്റെ കറക്കം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ, അതായത് മോട്ടോർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള കറണ്ട്, അതായത് വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലൂടെ ഒരേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് ഇങ്ങനെ പോയാൽ മോട്ടോർ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങൂല, ഒന്ന് കറങ്ങി അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇടതും വലുതും പാർട്ടികൾ ഇങ്ങനെ മാറി മാറി ഭരിക്കണ മാതിരി ആർമേച്ചറിലേക്ക് എത്തുന്ന കറണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറി കളിക്കണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു മുതലാണ് കേട്ടോ ഈ സ്പ്ലിറ്റ് റിങ്.
നമുക്ക് ബാക്കി വായിക്കാം. ദ സ്പ്ലിറ്റ് റിംഗ്സ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. അതായത് ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും, അതായത് ഒന്ന് പകുതി കറങ്ങിയ ശേഷം സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റുന്നത് ഈ സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് റിങ്ങുകളെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. സ്പ്ലിറ്റ് റിംഗ് ഇല്ലെങ്കിൽ മോട്ടർ പകുതി കറങ്ങി അവിടെ നിൽക്കും, മുഴുവനായിട്ട് കറങ്ങൂല. ഓക്കെ, അപ്പോൾ മോട്ടർ ഇങ്ങനെ മുഴുവനായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കണമെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വേണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെന്തായാലും പഠിക്കട്ടോ. ഇനി അടുത്ത ചോദ്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് വായിക്കില്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞെന്നാണ്. ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന എനർജി ചേഞ്ച്, അതായത് ഊർജ്ജ മാറ്റം എന്താണ്, അത് പിന്നെ പറയാനൊന്നുമില്ല. ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോർ. അതായത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് വൈദ്യുത മോട്ടോർ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മോട്ടോറിന്റെ ക്വസ്റ്റ്യനോട് സമാനമായൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അതായത് വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? അതായത് ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമെന്ന്. മോട്ടോർ പ്രിൻസിപ്പിൾ, അതായത് മോട്ടോറിന്റെ അതേ പ്രവർത്തന തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഈ ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ എന്ന്. സംഗതിയൊക്കെ ശരി തന്നെയാണ്. ലൗഡ് സ്പീക്കർ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സൗണ്ട് ഉണ്ടാക്കാനല്ല, ഉണ്ടാക്കിയ സൗണ്ട് കുറച്ചും കൂടി കൂട്ടാൻ. പക്ഷേങ്കിൽ ചെങ്ങൈമാരെ, മോട്ടോറിന്റെ പ്രവർത്തന തത്വം അനുസരിച്ചാണ് ഈ സാധനം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എനർജിയെ, അതായത് വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജ്ജമാക്കി മാറ്റാണ് ശരിക്കും ഈ ലൗഡ് സ്പീക്കർ ചെയ്യണത് കേട്ടോ. അപ്പം പിന്നെ എവിടുന്ന സൗണ്ട് വരുന്നതെന്നൊന്നും ഇപ്പം നിങ്ങൾ ചോദിക്കരുത്, അതൊക്കെ നമുക്ക് വയ്യ പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് ലൗഡ് സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇവിടെയും ചിലപ്പോൾ നിങ്ങൾക്ക് ലൗഡ് സ്പീക്കറിന്റെ ഒരു ഡയഗ്രാം തന്നിട്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ABCD എന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് അടയാളപ്പെടുത്താനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും കേട്ടോ. അതുകൊണ്ട് ലൗഡ് സ്പീക്കറിന്റെ ചിത്രവും ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് തന്നെ പഠിച്ചോളി. പിന്നെ ലൗഡ് സ്പീക്കറിന്റെ ചിത്രം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലായിക്കോളും, നമ്മളെ കോളാമ്പി പോലത്തെ ഒരു സാധനമാണല്ലോ. ഇനി ഭാഗങ്ങളിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും 6 ഭാഗങ്ങളാണ് ലൗഡ് സ്പീക്കറിനുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഫീൽഡ് മാഗ്നറ്റ്, അതായത് ഫീൽഡ് കാന്തം. പിന്നെ ഒരു വോയിസ് കോയിൽ, പിന്നെ ഡയഫ്രം, സോഫ്റ്റ് അയൺ കോർ, അതായത് പച്ചിരുമ്പ് കോർ, സോഫ്റ്റ് അയൺ ഷീൽഡ്, അതായത് പച്ചിരുമ്പ് കവചം, പിന്നെ ഒരു കണക്റ്റിംഗ് വയറും. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കൊരു ലൗഡ് സ്പീക്കർ ഉണ്ടാക്കട്ടോ. അപ്പോൾ ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് വളരെ സിമ്പിളാണ്. ആദ്യം ഞാനൊന്ന് വായിക്കാം. The electrical pulses from a microscope are strengthened using an amplifier and sent through the voice coil of a loudspeaker. അതായത് മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലൂടെ കടത്തി. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ആംപ്ലിഫയറിൽ നിന്നാണ് കറണ്ട് എവിടേക്ക് എത്തുന്നത്? ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത്. ഈ ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്ന കറണ്ട് ആംപ്ലിഫയറിന് നേരെ ആരുടെ അടുത്തേക്ക് എത്തുന്നത്? വോയിസ് കോയിലിലേക്കാണ്, അല്ലേ? വോയിസ് കോയിൽ എന്നിട്ട് ഇപ്പോൾ ഇതിന് എന്താ ചെയ്യുക? ദ വോയിസ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക്കൽ പൾസസ്. അതായത് വോയിസ് കോയിലിലേക്ക് ആംപ്ലിഫയർ എന്ന് വരുന്ന നല്ല പവർ കൂടിയ ഇലക്ട്രിക്കൽ പൾസസ് ഉണ്ടല്ലോ, അതായത് വൈദ്യുത സ്പന്ദനങ്ങൾ. ഈ ചെങ്ങൈമാർ വോയിസ് കോയിൽ എത്തുന്നതോടെ ഇത് വോയിസ് കോയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കും. അതായത് നമ്മൾ ക്യൂലൊക്കെ നിന്നങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഒന്നും തള്ളുണ്ടാക്കൂലേ, ഇതേമാതിരി തന്നെ. അപ്പോൾ ഇവിടെ വേറെ കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് വോയിസ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. അതായത് ഈ വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ, അതായത് ഒരു കാന്തിക മണ്ഡലത്തിനകത്താണ്. ഇതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റവാക്കായിട്ട് ചോദിക്കും. അതായത് വോയിസ് കോയിലൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൾസ്, അതായത് വൈദ്യുത സ്പന്ദനം അങ്ങോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ വോയിസ് കോയിൽ അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? ഈ റാപ്പിഡ് ആയിട്ട് അതിവേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യാന്നാ പറഞ്ഞത് അല്ലേ? ഇപ്പൊ കറണ്ടൊക്കെ നമ്മളെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യില്ലേ, അതേമാതിരി തന്നെ. അപ്പൊ ഈ വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ ഇനി എന്ത് മാറ്റാണ് ലൗഡ് സ്പീക്കറിൽ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതായത് ദീസ് മൂവ്മെന്റ്സ്, അതായത് ഈ ഒരു വൈബ്രേഷൻ മേക്ക് ദ ഡയഫ്രം വൈബ്രേറ്റ് ദെയർ ബൈ റീപ്രൊഡ്യൂസിങ് സൗണ്ട്. അതായത് വോയിസ് കോയിലിൽ ഉണ്ടാകുന്ന ഈ ഒരു വൈബ്രേഷൻ, അതായത് അതിവേഗത്തിലുള്ള ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കും. അങ്ങനെ ഡയഫ്രത്തിൽ നിന്നുണ്ടാകുന്ന ആ കമ്പനത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ശബ്ദം കൂടുതൽ പവർഫുൾ ആയിട്ട് പുനഃസൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്ന സമയത്ത് ശരിക്കും വോയിസ് കോയിലും ഡയഫ്രം ഒക്കെ വൈബ്രേറ്റ് ചെയ്യണല്ലോ ചെയ്യുന്നത്. അതായത് ഇവിടെ യാന്ത്രികോർജ്ജം അഥവാ
മെക്കാനിക്കൽ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ എനർജി പിന്നീട് എയറുമായിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ ഡയറക്റ്റ് ആയിട്ട് എന്ത് എനർജി ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ഒന്ന് ഇലക്ട്രിക് മോട്ടോർ, മറ്റൊന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇനി ഇതൊന്നും മാത്രമല്ല കേട്ടോ, മോട്ടോറിന്റെ പ്രവർത്തന തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് ഗ്രൈൻഡർ, മിക്സി, ഇങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ. ഇതൊക്കെ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി അതായത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും, ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതായത് ലൗഡ് സ്പീക്കറിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം എന്താണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വേർ ഈസ് ദ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ്, അതായത് വോയിസ് കോയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അതും ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിന് അകത്താണെന്ന്. ഇനി മൂന്നാമത്തത്, ടു വിച്ച് പാർട്ട് ഈസ് ദ ഡയഫ്രം കണക്റ്റഡ്, അതായത് ഏത് ഭാഗവുമായിട്ടാണ് ഡയഫ്രം കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഉത്തരം വിത്ത് ദ വോയിസ് കോയിൽ, അതായത് വോയിസ് കോയിലുമായിട്ട്. ഇനി നാലാമത്തത്, ഫ്രം വേർ ഡസ് ദ ഇലക്ട്രിക് കറന്റ് റീച്ച് ദ വോയിസ് കോയിൽ, എവിടെ നിന്നാണ് വോയിസ് കോയിലിലേക്ക് വൈദ്യുതി എത്തുന്നതെന്ന്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും മച്ചാന്മാർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് മൈക്രോഫോണിൽ നിന്നും ആംപ്ലിഫയറിലേക്ക് ഇലക്ട്രിക് പൾസസ്, അതായത് ഈ വൈദ്യുത സ്പന്ദനങ്ങൾ എത്തിയതിനു ശേഷം ആംപ്ലിഫയറിൽ വെച്ചിട്ട് അത് കൂടുതൽ പവർഫുൾ ആക്കി മാറ്റിയതിന് ശേഷം നേരെ വോയിസ് കോയിലിലേക്ക് എത്തുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ആദ്യം കറണ്ട് വന്നത് മൈക്രോഫോൺ നല്ലേന്ന്. അതായത് നമ്മളെ നേരെന്ന് പറഞ്ഞ സിനിമയിൽ ചെമ്പൻ വിനോദ് നമ്മളെ മാമുക്കോയനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാ കൊലപാതകം ആദ്യം കണ്ടതെന്ന്. അപ്പം നമ്മളെ മാമുക്കോയ പറയുന്നത്, കൂട്ടിക്കൊണ്ടിരുന്നത് ഓനാണെങ്കിലും ആദ്യം കണ്ടത് നമ്മളാണെന്ന്, അല്ലേ? ഇതേമാതിരി അവരത് മൈക്രോഫോണിൽ നിന്ന് നേരെ ആംപ്ലിഫയറിലേക്കാണ് ഇലക്ട്രിക് പൾസ് എത്തുന്നത്. അവിടുന്ന് ആംപ്ലിഫയർ ആണ് നേരെ വോയിസ് കോയിലിലേക്ക് ഈ പൾസിനെ കുറച്ച് പവർ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്, മറക്കണ്ട. അപ്പം നമ്മളെ ഉത്തരം ആംപ്ലിഫയർ കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ വോയിസ് കോയിൽ, വോയിസ് കോയിലിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വോയിസ് കോയിലിലെ കണ്ട് കറണ്ട് എത്തുമ്പോൾ വെളിച്ചപ്പാട് തുള്ളണ മാതിരി മൂപ്പരം കണ്ട് തുള്ളുന്നു, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഉത്തരം വോയിസ് കോയിൽ വൈബ്രേറ്റ്സ്, അതായത് വോയിസ് കോയിൽ അങ്ങോട്ട് കമ്പനം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വോയിസ് കോയിൽ കമ്പനം ചെയ്യുമ്പോഴാണല്ലോ ഡയഫ്രം കമ്പനം ചെയ്യുന്നതും പിന്നെ അത് സൗണ്ട് ആയിട്ടൊക്കെ മാറുന്നതൊക്കെ. അപ്പോൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനമൊക്കെ കൂട്ടുകാർക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് മനസ്സിലായി. അപ്പം എന്നാൽ ശരി, ബൈ, താങ്ക്സ്.